ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുണ്യ റംസാൻ മാസത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബീഫ് കറി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണുക, അതുപോലെ തന്നെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് രാവിലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് രാവിലെ കൊണ്ടുവന്നപ്പോൾ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പണി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ നന്നാക്കി എടുത്തിട്ട് ബീഫ് കുക്കറിൽ അങ്ങോട്ട് വേവിച്ച് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ടാണ് ഞാൻ ബീഫ് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ബീഫ് വെക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ബീഫിന് നല്ല ടേസ്റ്റാണ്. ഒരു പഴമയുടെ രുചി എന്ന് പറയുന്ന പോലെ കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെ, മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കാശ്മീരി മുളക് പൊടിയും മഞ്ഞളും മല്ലിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ ഒരുപാട് എരിവാണ്ടല്ലോ, കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ കരുതിയിട്ടാണ് കേട്ടോ. ബീഫ് കറിയാണ്, വരട്ടലല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിയും മുളകും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടെ പിന്നെ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉള്ളതാട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് നമ്മൾ ഇടിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് ഞാൻ നല്ല ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിക്കണ്. ഇനി നമുക്കൊരു പീസ് വലിയുള്ളി മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വല്ലുള്ളി ഇങ്ങനെ നമ്മൾ ബീഫൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയി കേട്ടോ. വെന്ത് നല്ല പാകത്തെ വേറുമില്ല, പിന്നെ അത്ര വേവാത്ത പോലെ ആവില്ല കേട്ടോ. വല്ലുള്ളി ഇട്ട് കൊടുക്കണതിൻ്റെ അതുകൊണ്ട് അതിനാണ് അത്ര ഈ വല്ലുള്ളി ഇട്ട് കൊടുക്കണത്. അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ, ഇങ്ങനെ കേട്ടിക്കണ്, അതുകൊണ്ട് ഞാനും പറഞ്ഞു എന്ന് മാത്രം. വല്ലുള്ളി ഇട്ട് കൊടുത്താൽ ബീഫ് വെന്ത് നല്ല സോഫ്റ്റ് ആകുന്ന കേട്ടോ പറയൽ. അപ്പോൾ അതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മസാല അങ്ങോട്ട് കുലുക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ. കുലുക്കി മറിച്ചെടുത്തിട്ട് അപ്പോൾ കുലുക്കിയിട്ടൊന്നും എത്തിയില്ല. അപ്പോൾ കയ്യിലുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങനെ വേവാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സമൂസ ഷീറ്റ് ഇല്ലാതെ നമുക്ക് പരത്താതെ കുഴക്കാതെ സമൂസ ഉണ്ടാക്കട്ടെ എന്ന് സിമ്പിളായിട്ട്. അപ്പോൾ വേറൊന്നുമല്ല കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇങ്ങോട്ട് കലക്കിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇങ്ങനെ വീശി അങ്ങോട്ട് ഒഴിച്ചാൽ കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ നെയ്സാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചിങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് കട്ടില്ലാതെ മിനുസത്തിലുള്ളൊരു സമൂസ ഷീറ്റ് അങ്ങോട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. ഏതാകും ഒന്നും അറിയില്ല, ഒന്ന് ചെയ്ത് നോക്കുക എന്ന് മാത്രം. അപ്പോൾ ഷീറ്റൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാൻ കേട്ടോ. സൈഡൊക്കെ കട്ട് ചെയ്യണം. പക്ഷേ ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ രണ്ടാക്കി സെൻറ്ററിൽ അങ്ങോട്ട് മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് ചെയ്യാമെന്ന് എത്തിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒട്ടലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ എല്ലാതും അതുപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല മിനുസത്തിൽ കിട്ടിയിട്ട് ഒരുപാട് കട്ടിയോ ഒന്നുമില്ലാതെ കേട്ടോ. അപ്പോൾ സമൂസ സീറ്റ് നമ്മളത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയി കൊണ്ടുവരാനും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അതിന് ആയിക്കുള്ള ഒരു മസാല ഒക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ ബീഫിൻ്റെ കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് മസാല ഒക്കെ റെഡിയാക്കി ഞാൻ ഇതൊന്ന് സെറ്റാക്കിയപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയിരുന്നില്ല കേട്ടോ. ഞാൻ ഓണാക്കിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ മസാല ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ ഓഫാക്കാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് നോക്കിയപ്പോഴാണ് ഓണാക്കിയിട്ടില്ല എന്ന് അപ്പോൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം ഞമ്മത് റെഡി ആയിക്കണോ. ഇനി അടുത്തത് ഞാൻ അങ്ങനെ മസാല വെച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഗതികേട് ഉണ്ട് കേട്ടോ. നമ്മൾ സിമ്പിളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിങ്ങനെ തിരിച്ചാനും നമ്മൾ ഓല ഷീറ്റ്
വാങ്ങിച്ച ഷീറ്റ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണ പോലെയൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടല്ലോ അത് കുറച്ച് ചിലപ്പോൾ കീറാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ വലിങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഓട്ടയാകാനും അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് ഒട്ടിക്കാനും ഇതിനൊക്കെ നല്ലോണം സൂക്ഷിച്ച് വേണം കേട്ടോ ഒട്ടിക്കാനൊക്കെ. അപ്പോൾ ഇനി ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, മാവ് നമ്മൾ മൈദപ്പൊടി കൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതേപോലെ അങ്ങോട്ട് എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ 2 റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി ഓവറായിട്ട് അങ്ങോട്ട് വെന്ത് ഇങ്ങനെ ഡ്രൈ ആകാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു സോഫ്റ്റിൽ തന്നെ അപ്പം നമ്മൾ എടുക്കുകയും വേണം. ഒരുപാട് ഉണങ്ങിയ പോലെ ആപ്പാകുമ്പോൾ അത് ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു പച്ചപ്പ് പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാതും ഇതുപോലെ മസാലയൊക്കെ നിറച്ച് സെറ്റാക്കി എടുത്തിട്ട് ഇനി ഇത് പൊരിച്ച് നോക്കട്ടെ കേട്ടോ. പൊരിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. പക്ഷെ നമ്മൾ മറ്റേ ഓലോണ്ട് ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്കൊന്നും ആവില്ല കേട്ടോ. അത് നമ്മൾ ഉള്ളത് പറയണമല്ലോ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ പറയില്ല അവരുണ്ടാക്കി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാട്ടോ വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല കേട്ടോ. എന്നാലും നമ്മൾ ദോശ ചുട്ടുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. പക്ഷേ സമൂസൻ്റെ ഒക്കെ ഒരു മണം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വലിയ മെച്ചമില്ലാന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് നല്ലോണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുരിയാനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് പിന്നെ അത് ഷീറ്റ് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലേറെ എളുപ്പം അതാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ പൊരിച്ചെടുത്തത് കേട്ടോ. നമ്മൾ രാവിലെ വേവിച്ച ബീഫ് ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ടിട്ട് ഒരു കറിയാണ് കേട്ടോ. ബീഫ് നമ്മളിന്ന് ബീഫിൻ്റെ കൂടെ നല്ല അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടോ. ഞാനിത് പറഞ്ഞിട്ടില്ലയെന്ന് തോന്നുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. കപ്പയും അതുപോലെ ഇത് കുറച്ച് പത്തിരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പത്തിരി കപ്പ കഴിക്കൂല കേട്ടോ നോമ്പ് തുറന്നാൽ. അപ്പോൾ കുറച്ച് പത്തിരി നമ്മളെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതാണെങ്കിൽ നല്ല നൈസ് പത്തിരി കേട്ടോ. നല്ല വലിപ്പമുണ്ട്, നല്ല നൈസ് എന്ന് പറഞ്ഞാലും പോരാ, അത്രയും നൈസ് പത്തിരി. അതൊക്കെ മെഷീനിൽ ഉണ്ടാക്കി വരുന്നത് നമ്മളെ കൈപ്പത്തിരി അല്ലല്ലോ. അപ്പോൾ കേട്ടോ നമ്മളെ സമൂസൻ്റെ ഷേപ്പും കളറും ഒക്കെ ഇതുപോലെയാണ്. പക്ഷെ നല്ല മണവും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കഴിക്കാനും രുചി ഉണ്ടായിരുന്നു നോമ്പ് തുറന്നപ്പോൾ. അപ്പോൾ ഒക്കെ സെറ്റാക്കി ഞാൻ വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതാണ് നമ്മളെ കപ്പ നല്ലോണം ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിക്കണം കേട്ടോ. നമ്മളെ കപ്പ ഉപ്മാവ് പോലെ അങ്ങോട്ട് ഉടച്ച് അടിപൊളി കപ്പയാണ് കേട്ടോ അന്ന് കിട്ടിയത്. നല്ല പൊടിയുണ്ട്, വെന്ത് സൂപ്പറായിക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും അധികം ഒഴിക്കാതെ ഇതുപോലെ ആക്കിയതാണ്. അപ്പോൾ ഇനി ഇതുപോലെ വെറുതെയും കഴിക്കുക, ബീഫ് കറി വാർന്ന് കഴിക്കാനും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഉടച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ നോമ്പ് തുറക്കാനുള്ള പത്തിരിയും കപ്പയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് നമുക്ക് കേട്ടോ. തണ്ണിമത്തനും കുറച്ച് മുന്തിരിങ്ങയും കൊണ്ടുവന്നിക്കണ്. അപ്പം മുന്തിരിങ്ങയൊക്കെ ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഇനി വെള്ളവും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ സമയമായി നമുക്ക് കൈകി വാരി എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ മക്കളെ നമ്മളൊരു തരിയും കൂടെ ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളെല്ലാതും മേസമ്മൊക്കെ എടുത്ത് വെച്ചിക്കണം. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുക, നോമ്പ് തുറക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വത്തക്ക ഞാൻ ജ്യൂസല്ല കേട്ടോ ആക്കിക്കണം. ഇതുപോലെ ഇങ്ങനെ വത്തക്ക വെള്ളമാണ് ഉണ്ടാക്കിക്കണത്. ഇതിങ്ങനെ കേട്ടോ ഇവിടെ അധികം ഇഷ്ടമുള്ളത് കുട്ടികൾക്കൊക്കെ ജ്യൂസിലേറെ ഇതുപോലെ ആക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളെ ഉണ്ടാക്കിയ സമൂസയും മുന്തിരിങ്ങയും തരിയും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഇത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ.